എൻ്റെ പേര് ഡോക്ടർ മഞ്ജു കാപ്പൻ. എൻ്റെ ഹെൽത്ത് ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ ടൈറ്റിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇതൊരു ഹെൽത്ത് ടോപ്പിക് അല്ല എന്നുള്ളത്. ഇന്നത്തെ ഡിസ്കഷൻ എന്ന് പറയുന്നത് ഡോക്ടറിനെ കാണാനായി പോകുമ്പോൾ ഡോക്ടറുമായിട്ടുള്ള അപ്പോയിൻമെൻറ്റ് ടൈം എങ്ങനെ മാക്സിമം പ്രയോജനപ്പെടുത്താം എന്നാണ് ഞാൻ വിശദീകരിക്കാൻ പോകുന്നത്. ഇത് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും എനിക്ക് തോന്നിയ 10 കാര്യങ്ങളാണ്. എനിക്ക് ഡോക്ടറായും രോഗിയായിട്ടും എക്സ്പീരിയൻസ് ഉണ്ട്. ഇതിൽ നിന്നും എനിക്ക് തോന്നിയ കാര്യങ്ങളാണിത്. ഇതിൽ ഒട്ടുമിക്ക കാര്യങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. എന്നിരുന്നാലും ഈ 10 കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുകയാണ് എങ്കിൽ ഇത് രോഗിക്കും പ്രയോജനം ചെയ്യും, അതുപോലെ തന്നെ ഇത് ഡോക്ടർക്കും പ്രയോജനം ചെയ്യും. അപ്പം നമുക്ക് ഈ 10 കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡോക്ടറെ കാണാനായി പോകുമ്പോൾ നല്ലതുപോലെ പ്രിപ്പയർ ചെയ്യുക. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ അസുഖത്തെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക. ഇത് നിങ്ങൾക്ക് ഓർത്തു വയ്ക്കാനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ ഒരു പേപ്പറിൽ എഴുതുന്നതുകൊണ്ട് തെറ്റില്ല. അത് ഇങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ ഡോക്ടർ ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് കൃത്യമായി ഉത്തരം കൊടുക്കാനായിട്ട് സാധിക്കും. അതല്ല, നിങ്ങൾ ഒന്നും ഓർക്കാതെ ഡോക്ടറുടെ മുറിയിലോട്ട് ചെല്ലുകയാണ് എങ്കിൽ പല ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരം പറയാൻ സാധിച്ചു എന്ന് വരില്ല. കാരണം നിങ്ങൾ പറയുന്ന ഉത്തരങ്ങളിൽ നിന്നാണ് ഡോക്ടർമാർ സാധാരണ ഒരു ഡയഗ്നോസിസ് അല്ലെങ്കിൽ ഒരു രോഗനിർണയം നടത്താനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ശരിയായ ഉത്തരങ്ങൾ കിട്ടിയില്ലെങ്കിൽ ഈ രോഗനിർണയം നടത്താനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടാകും. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് നിങ്ങൾക്ക് പലതരം പ്രശ്നങ്ങളുണ്ട് എങ്കിൽ നിങ്ങൾക്ക് എന്താണോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അത് ആദ്യം ഡിസ്കസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് വയറുവേദനയും തലവേദനയും ഉണ്ട് എന്ന് വിചാരിക്കുക. വയറുവേദന കൊണ്ട് നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്, എന്നാൽ തലവേദന ഇടയ്ക്കിടയ്ക്കൊക്കെ വരുന്നുള്ളൂ എങ്കിൽ ആദ്യം നിങ്ങൾ വയറുവേദനയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുക. എന്നിട്ട് സമയം അനുസരിച്ചിട്ട് തലവേദനയും ഡിസ്കസ് ചെയ്യുക. അതല്ല, തലവേദനയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേറൊരു ദിവസം പോകണമെങ്കിൽ അങ്ങനെ പോവുക. പല കാര്യങ്ങൾ ഒരു കൺസൾട്ടേഷൻ ഡിസ്കസ് ചെയ്താൽ എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ, ഒന്ന് പലത് മിക്സ് ചെയ്ത് വരുന്നത് കാരണം ഡോക്ടർമാർക്ക് ഒരു രോഗനിർണയം നടത്താനായിട്ട് ബുദ്ധിമുട്ട് വരും. പിന്നെ ഒന്നും ശരിയായ രീതിയിൽ അങ്ങ് സോർട്ട് ഔട്ട് ചെയ്തു എന്ന് വരില്ല. കാരണം വയറുവേദനയ്ക്ക് കുറച്ച് സമയം കൊടുത്തു, തലവേദനയ്ക്ക് കുറച്ച് സമയം കൊടുത്തു, അവസാനം തലവേദനയ്ക്ക് കുറച്ച് ടെസ്റ്റ് എഴുതി, വയറുവേദനയ്ക്ക് കുറച്ച് ടെസ്റ്റ് എഴുതി, ഒന്നിനും ഒരു ഡയഗ്നോസിസിലും എത്താനായിട്ട് സാധിക്കില്ല. ഇത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു സംഗതിയാണ്. കാരണം വയറുവേദനയ്ക്ക് തന്നെ പല പല കാരണങ്ങളുണ്ട്. അപ്പം നമുക്ക് അതൊക്കെ അനലൈസ് ചെയ്യണമെങ്കിൽ അതിനു വേണ്ടി സമയം വേണം. അപ്പം അതുകൊണ്ടാണ് പല കാര്യങ്ങളും ഒരു അപ്പോയിൻമെന്റിൽ ഡിസ്കസ് ചെയ്യുന്നത് ഒഴിവാക്കാനായിട്ട് നിർദ്ദേശിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഡോക്ടറെ കാണാനായിട്ട് പോകുമ്പോൾ ഒരാളെ കൂട്ടിന് കരുതുന്നത് തെറ്റില്ല. ഇത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ്. ചിലർക്ക് തന്നെ ഡോക്ടറെ കാണാൻ പോകുന്നതായിരിക്കും താല്പര്യം. പക്ഷെ ഒട്ടുമിക്ക രോഗികൾക്കും ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയൊരു പേടി, അത് എന്താണെന്ന് അറിയില്ല, പക്ഷെ ചെറിയൊരു പേടി ഡോക്ടറിനെ കാണാനായി പോകുമ്പോൾ ഉണ്ട്. ഇത് ഡോക്ടർമാർക്കും അറിയാം. അങ്ങനെ ഉണ്ട് എങ്കിൽ എപ്പോഴും ഒരാളുടെ കൂട്ടത്തിൽ പോകുന്നതാണ് നല്ലത്. പ്രത്യേകിച്ച് നിങ്ങൾക്കിപ്പം എന്തെങ്കിലും മാരകമായ ഒരു അസുഖം ഉണ്ട് എന്ന സംശയമുണ്ട്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ വയറ്റിലൊരു മുഴയുണ്ട്, ആ മുഴയിൽ നിന്ന് നീര് കുത്തിയെടുത്തിരിക്കുകയാണ്, നിങ്ങൾ റിസൾട്ട് കേൾക്കാനായിട്ടാണ് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും വേണ്ടപ്പെട്ട ഒരാളെ കൂട്ടത്തിൽ കൊണ്ടുപോവുക. കാരണം ഇത് മോശമായൊരു റിസൾട്ടാണ് എങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു സപ്പോർട്ടിൻ്റെ ആവശ്യകതയുണ്ട്. പിന്നെ ചില പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് തന്നെ പോകാനായിരിക്കും താല്പര്യം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തന്നെ പോവുക. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഡോക്ടറെ കാണുമ്പോൾ നിങ്ങളുടെ രോഗവിവരത്തെക്കുറിച്ച് കൃത്യമായ ഇൻഫർമേഷൻ ഡോക്ടർക്ക് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾ ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടർ ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്താണ് പ്രശ്നം എന്നായിരിക്കും. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിൽ തന്നെ നിങ്ങൾ മാക്സിമം ഇൻഫർമേഷൻ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നിങ്ങൾ വയറുവേദനയായിട്ടാണ് ഡോക്ടറെ കാണുന്നത് എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ വയറുവേദന എന്ന് പറയുമ്പോൾ തന്നെ ഡോക്ടറുടെ മനസ്സിൽ ഒരു 10-15 ഡയഗ്നോസിസ് വരും. അപ്പോൾ അതിനോടൊപ്പം നിങ്ങൾ പറയുകയാണ് എനിക്ക് 10-15 ദിവസമായിട്ട് വയറുവേദനയുണ്ട് എന്ന് പറയുമ്പോൾ ആ 15 ഡയഗ്നോസിൽ നിന്ന് അതൊരു 8-7 എണ്ണമാവും മനസ്സിൽ. അത് കഴിഞ്ഞ് നിങ്ങൾ കുറച്ചുകൂടി പറയുക എനിക്ക് അതിനോടൊപ്പം ഛർദിയുണ്ട്, വയറ്റിളക്കമുണ്ട് എന്ന് പറഞ്ഞാൽ ആ 7-8 എണ്ണത്തിൽ നിന്ന് പിന്നെയും അതൊരു 3-4 എണ്ണമായിട്ട് കുറയും. പിന്നെ അപ്പോൾ അങ്ങനെ നിങ്ങൾ മാക്സിമം ഇൻഫർമേഷൻ കൊടുക്കുമ്പോൾ തന്നെ ഡോക്ടർക്ക് ആ 10-15 ഡയഗ്നോസിസിൽ നിന്നും അതിനെ ഒരു 3-4 എണ്ണമാക്കി ചുരുക്കാനായിട്ട് സാധിക്കും. പിന്നെ ഡോക്ടർ കുറച്ച് ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കും, അതിനും നിങ്ങൾ കൃത്യമായിട്ട് ഉത്തരം കൊടുക്കുക. ഈ ചോദ്യത്തിന്റെ ഉദ്ദേശം എന്തെന്ന് പറഞ്ഞാൽ ഈ 3-4 എണ്ണത്തിൽ നിന്ന് അത് ഏതാവാം
എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഡോക്ടർ ആ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. നാലാമത്തെ കാര്യമെന്ന് പറയുന്നത്, ഒരു ചൊല്ലുണ്ട്, ഡോക്ടറോടും വക്കീലന്മാരോടും നുണ പറയാൻ പാടില്ല എന്ന്. രോഗികൾ നുണ പറയും എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ചില രോഗികൾ ചില കാര്യങ്ങൾ ഡോക്ടറോട് സത്യസന്ധമായിട്ട് പറയാറില്ല. ഇത് പേടി മൂലമാകാം. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, പുകവലിക്കുന്നവരോട് ചോദിച്ചാൽ ചിലർ പറയും അവർ പുകവലിക്കില്ല എന്ന്. ഇത് വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. കാരണം ഇപ്പം നിങ്ങൾക്ക് ചുമയുണ്ട്, നിങ്ങൾ പുകവലിക്കുമെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ചെസ്റ്റ് എക്സ്റേ ചെയ്യുക എന്നുള്ളത്. പക്ഷെ നിങ്ങൾ പറയുകയാണ് നിങ്ങൾ പുകവലിക്കില്ല എന്ന് പറഞ്ഞാൽ ചെസ്റ്റ് എക്സ്റേ ഒരുപക്ഷെ ചെയ്യണമെന്നില്ല. അപ്പോൾ മാരകമായ പല അസുഖങ്ങളും ശരിയായ രീതിയിൽ കണ്ടുപിടിക്കാൻ സാധിച്ചു എന്ന് വരില്ല. അതുപോലെ തന്നെ മദ്യപാനം, എത്ര മദ്യപിക്കും എന്ന് ചോദിച്ചാൽ ചിലർ അളവ് വളരെ കുറച്ച് പറയും. ഇങ്ങനെ പറയുന്നത് കൊണ്ടും രോഗനിർണയത്തിൽ തെറ്റുപറ്റുകൾ വരാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പുകവലിക്കും മദ്യപിക്കുമെങ്കിൽ അത് എത്രയാണ് എന്ന് ഡോക്ടർ ചോദിച്ചാലും അത് കൃത്യമായിട്ട് തന്നെ പറയുക. നിങ്ങളുടെ രോഗത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ കൃത്യമായി ലഭിച്ചെങ്കിൽ മാത്രമേ ഡോക്ടർക്ക് രോഗനിർണയം കൃത്യമായിട്ട് നടത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അഞ്ചാമത്തെ കാര്യമെന്ന് പറയുന്നത്, എന്ത് അസുഖമാണെങ്കിലും അത് ഡോക്ടറിനോട് തുറന്നു പറയാനായിട്ട് മടി കാണിക്കാതിരിക്കുക. ഇപ്പോൾ ചിലതരം അസുഖങ്ങൾ, വിഷാദ രോഗം, അതുപോലെ തന്നെ പൈൽസ്, ഏനൽ ഫിഷ്, ഇങ്ങനത്തെ അസുഖങ്ങളൊക്കെ ഉള്ളവർക്ക് ഡോക്ടറെ കാണാനായിട്ട് വളരെ മടിയാണ്. നിങ്ങൾ വിചാരിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഡോക്ടർമാർ ഇതെല്ലാം പലവട്ടം കേട്ടിട്ടുള്ളതാണ്, പലവട്ടം കണ്ടിട്ടുള്ളതാണ്. ഇവർക്ക് ഇതൊന്നും കാണുമ്പോൾ ഒരു വ്യത്യാസവും തോന്നാറില്ല. നിങ്ങൾ വയറുവേദനയായിട്ട് ചെല്ലുന്നതും പൈൽസ് ആയിട്ട് ചെല്ലുന്നതും ഡോക്ടറെ സംബന്ധിച്ച് ഒരേ കാര്യമാണ്, അല്ലെങ്കിൽ ഒരേപോലത്തെ അസുഖമാണ്. രോഗിയായ നിങ്ങൾക്കിത് രണ്ടായി തോന്നാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പൈൽസ് ആണ് എങ്കിൽ ഒരു എംബാരസ്മെന്റ് ഉണ്ടായി എന്ന് വരാം. അത് സ്വാഭാവികമാണ്. പക്ഷെ ഡോക്ടർമാർക്ക് ഒരു വ്യത്യാസവും തോന്നാറില്ല. അതുകൊണ്ട് ഒരു ഭയവും കൂടാതെ നിങ്ങൾ ഡോക്ടറെ കാണാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഡോക്ടർ ചോദിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആറാമത്തെ കാര്യമെന്ന് പറയുന്നത്, ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ ഡോക്ടറെ കാണാനായിട്ട് പോകുമ്പോൾ ശരിയായ രീതിയിലുള്ള വസ്ത്രം ധരിക്കുക. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ ഏത് ഭാഗത്താണോ അസുഖം ആ ഭാഗം എക്സാമിൻ ചെയ്യാനായിട്ട് ഡോക്ടർക്ക് എളുപ്പമാക്കുക. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, മുട്ടുവേദനയാണ് എന്ന് കരുതുക. അപ്പോൾ ടൈറ്റ് ആയിട്ടുള്ള ഒരു ജീൻസ് ഇട്ട് ഡോക്ടറെ കാണാനായിട്ട് പോയാൽ പിന്നെ ജീൻസ് ഊരാനായിട്ട് നിൽക്കണം. അല്ലാതെ മുട്ട് എക്സാമിൻ ചെയ്യുക എന്ന് പറയുന്നത് എളുപ്പമല്ല. അതുപോലെ തന്നെ ചെറിയ കുഞ്ഞുങ്ങളെ ഡോക്ടറെ കാണാനായി കൊണ്ടുപോകുമ്പോൾ അവർക്കിപ്പോൾ പനിയും ജലദോഷവും ഒക്കെ ഉണ്ട് എന്ന് വിചാരിക്കുക, ചുമയൊക്കെ ഉണ്ടെങ്കിൽ ഡോക്ടർക്ക് നെഞ്ച് പരിശോധിക്കണം. അപ്പോൾ ഈ നെഞ്ച് പരിശോധിക്കണമെങ്കിൽ ഊരാൻ എളുപ്പമുള്ള തരത്തിലുള്ള ഉടുപ്പിടിച്ചുകൊണ്ട് കൊണ്ടുപോവുക. അപ്പോൾ ഇങ്ങനത്തെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആ അപ്പോയിൻമെന്റ് ടൈം ശരിയായ രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പിന്നെ ഏഴാമത്തെ കാര്യമെന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടർ നിങ്ങൾ കുറേ ഇൻഫർമേഷൻ കൊടുക്കും, ഡോക്ടർ കുറേ ചോദ്യം ചോദിക്കും, പിന്നെ പരിശോധന നടത്തും, ചില തരം ടെസ്റ്റുകൾ നിർദ്ദേശിക്കും. പക്ഷെ എല്ലായ്പ്പോഴും മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യണമെന്നില്ല. അപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, നിങ്ങൾക്ക് വൈറൽ ഫീവർ ആണ് എങ്കിൽ ഡോക്ടർ ഒരു പക്ഷേ പാരസീറ്റമോള് വാങ്ങി കഴിക്കാനായി നിർദ്ദേശിച്ചു എന്ന് വരാം. ഇതിന് പ്രത്യേകിച്ച് മെഡിക്കേഷൻസിൻ്റെ ഒന്നും ആവശ്യകതയില്ല. നിങ്ങൾക്ക് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട, നല്ലൊരു കാര്യമാണ്. മരുന്ന് അനാവശ്യമായിട്ട് കഴിക്കുന്നത് നമുക്ക് നല്ലതല്ല. അതുകൊണ്ട് തന്നെ മരുന്ന് തരുന്നില്ല എങ്കിൽ അത് ചോദിച്ച് മേടിക്കേണ്ട ആവശ്യകതയില്ല. ഇപ്പോൾ ചിലപ്പോൾ വൈറൽ ഇൻഫെക്ഷൻ ആയിട്ട് വരുന്ന രോഗികൾ ആന്റിബയോട്ടിക് വേണം എന്ന് നിർബന്ധിക്കാറുണ്ട്. പക്ഷെ ആന്റിബയോട്ടിക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡോക്ടർ തീർച്ചയായിട്ടും പ്രിസ്ക്രൈബ് ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മരുന്ന് തന്നില്ല എങ്കിൽ അതൊരു നല്ല കാര്യമായിട്ട് കണക്ക് കൂട്ടുക. പിന്നെ എട്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ട് എങ്കിൽ അത് ഡോക്ടറോട് ചോദിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ചിലർക്ക് ഇതിന് ഭയങ്കര മടിയാണ്, ഡോക്ടർ എന്ത് വിചാരിക്കും എന്നോർത്ത്. പക്ഷെ അങ്ങനെ നിങ്ങൾ വിചാരിക്കേണ്ട ആവശ്യകതയില്ല. ഡോക്ടർമാരുടെ ഉത്തരവാദിത്തമാണ് നിങ്ങളുടെ അസുഖം എന്താണ് എന്ന് നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി തരിക എന്നുള്ളത്. നിങ്ങളുടെ ആദ്യത്തെ കൺസൾട്ടേഷനിൽ നിന്നും ഒരു പക്ഷെ ഒരു ഡയഗ്നോസിസ് അല്ലെങ്കിൽ ഒരു രോഗനിർണയം നടത്തി എന്ന് വരില്ല. പക്ഷെ എന്തായിരിക്കാം, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ടെസ്റ്റുകൾ ചെയ്യുന്നത് എന്നൊക്കെ അവർക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ടാബ്ലറ്റ് പ്രിസ്ക്രൈബ് ചെയ്തു എങ്കിൽ ഈ ടാബ്ലറ്റ് എന്തിനാണ്, ഇത് കഴിച്ചാൽ എന്തെങ്കിലും ഇതിന് സൈഡ് എഫക്ട്സ് ഉണ്ടോ, ഇങ്ങനത്തെ ചോദ്യങ്ങളൊന്നും ചോദിക്കുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല. അത് നിങ്ങൾക്ക് സംശയമുണ്ട് എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്യണം.
ഒൻപതാമത്തെ കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾ കൺസൾട്ടേഷന് ശേഷം പുറത്തോട്ടിറങ്ങുമ്പോൾ തന്നെ ഇനി മുന്നോട്ട് എന്താണ് പ്ലാൻ എന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതായത് എന്തൊക്കെ ടാബ്ലറ്റ്സ് ആണ് കഴിക്കേണ്ടത്, ഇനി എന്തൊക്കെ ടെസ്റ്റുകളാണ് ചെയ്യേണ്ടത്, എപ്പോഴാണ് തിരിച്ച് ഡോക്ടറിനെ കാണേണ്ടത്, ഈ ഇൻഫോർമേഷൻ എല്ലാം നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഇതില്ല എങ്കിൽ കൺസൾട്ടേഷൻ സമയത്ത് ഇതെല്ലാം ചോദിച്ചറിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒട്ടുമിക്ക അസുഖങ്ങൾക്കും ഒന്നുകൂടി ഡോക്ടറെ കാണാം, അല്ലെങ്കിൽ പലവട്ടം ഡോക്ടറെ കാണേണ്ട ആവശ്യകത വന്നു എന്ന് വരാം. അത് ഡോക്ടർ നിർദ്ദേശിച്ചിരിക്കുന്നത് പോലെ കൃത്യമായ സമയത്ത് പോയി അവരെ കാണാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ 10ാമത്തെ കാര്യമെന്ന് പറയുന്നത്, മുന്നേ പറഞ്ഞല്ലോ, ഡോക്ടർമാർക്ക് രോഗികളോട് ഒരു ഉത്തരവാദിത്തമുണ്ട്. അതായത് നിങ്ങളുടെ രോഗം എന്താണ്, നിങ്ങളുടെ ടെസ്റ്റുകൾ, അതുപോലെ തന്നെ മെഡിക്കേഷൻസ് എന്തൊക്കെയാണ്, ഇതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരിക എന്നുള്ളത്. അതുപോലെ തന്നെ രോഗികൾക്കുമുണ്ട് ഉത്തരവാദിത്തം. അത് നിങ്ങളോട് ഡോക്ടർ എന്ത് നിർദ്ദേശിക്കുന്നോ അത് ശരിയായ രീതിയിൽ, അത് കറക്റ്റായ രീതിയിൽ ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് ഡോക്ടർ വീണ്ടും ചെന്ന് കാണണമെന്ന് പറഞ്ഞാൽ നിങ്ങളത് ചെയ്യുക. നിങ്ങൾ എന്തിനാണ് എന്ന് നിങ്ങൾക്ക് സംശയമുണ്ട് എങ്കിൽ ആദ്യം തന്നെ അത് ചോദിച്ച് മനസ്സിലാക്കുക. പിന്നെ മെഡിക്കേഷൻസ്, ഇപ്പോൾ 7 ദിവസം കഴിക്കാൻ പറഞ്ഞ മെഡിക്കേഷൻ നിങ്ങൾ 7 ദിവസം തന്നെ കഴിക്കുക. പിന്നെ ഉള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ അസുഖത്തിന് എന്തെങ്കിലും വ്യത്യാസം വരികയാണ് എങ്കിൽ, അതായത് നിങ്ങളുടെ അസുഖം കൂടുകയാണ് എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും തിരിച്ച് ഡോക്ടറെ പോയി കാണാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഒരു അസുഖത്തിന് തന്നെ പല പല കാരണങ്ങളുണ്ട്. ഇത് എല്ലാവർക്കും ഈ അസുഖത്തിന്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ടാകണമെന്നില്ല. ഈ രോഗനിർണയം നടത്തുന്നത് നിങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ നിന്നും അതുപോലെ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ടെസ്റ്റ് ഒക്കെ വെച്ചിട്ടാണ്. ഇത് എല്ലാം ഇപ്പോഴും 100% ആക്യുറേറ്റ് ആയിരിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അസുഖം കൂടുകയാണ് എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഡോക്ടറെ സമീപിച്ച് ഒന്നുകൂടി ഡിസ്കസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച 10 കാര്യങ്ങൾ. ഒരു കാര്യം ഞാൻ എടുത്തു പറഞ്ഞോട്ടെ, ഈ വീഡിയോയുടെ ഒറ്റ ഉദ്ദേശം എന്ന് പറയുന്നത്, രോഗികൾ ഡോക്ടർമാരെ കാണുമ്പോൾ ഡോക്ടറിന്റെ അപ്പോയിന്റ്മെന്റ് ടൈം രോഗികൾക്ക് എങ്ങനെ മാക്സിമം പ്രയോജനപ്പെടുത്താനായി സാധിക്കും എന്ന് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരിക എന്നുള്ളത് മാത്രമാണ്. ഈ ഡോക്ടർമാർ ചെയ്യുന്നതെല്ലാം ശരിയെന്ന് വ്യാഖ്യാനിക്കാനായിട്ടൊന്നുമല്ല ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഈ വീഡിയോയുടെ ശരിയായ ഉദ്ദേശം മനസ്സിലാക്കി എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് രോഗിയായിട്ടും ഡോക്ടറായിട്ടും അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പോൾ രോഗിയായിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞാൽ, ഞാൻ ജോലി ചെയ്യുന്ന ഇംഗ്ലണ്ടിൽ ഡോക്ടർമാർ സ്വയം ചികിത്സിക്കാൻ പാടില്ല എന്ന കർശനമായ റൂളുണ്ട്. അതായത് എനിക്കൊരു അസുഖം വന്നാൽ, എനിക്കൊരു ഇൻഫെക്ഷൻ ഉണ്ട് എങ്കിൽ ഞാൻ എൻ്റെ ഫാമിലി ഫിസിഷ്യനെ പോയി കണ്ട് ആ ഫാമിലി ഫിസിഷ്യൻ വേണം എനിക്ക് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യാനായിട്ട്. ഞാൻ സ്വയം പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ഇവിടെ ഒരു മാരകമായ കുറ്റമാണ്. അതുകൊണ്ട് തന്നെ എന്ത് അസുഖം വന്നാലും ഞാൻ എൻ്റെ ഡോക്ടറെ പോയി കണ്ട് ആ ഡോക്ടറാണ് എനിക്ക് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. ഇതാണ് എൻ്റെ രോഗിയായിട്ടുള്ള എക്സ്പീരിയൻസ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ നല്ല രീതിയിൽ എടുക്കുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസ് ഉണ്ട് എങ്കിൽ എന്നെ അറിയിക്കുക. താങ്ക് യു.